എല്ലാ വിശ്വാസവും ഉണ്ട്. അന്യ മതക്കാരനായാലും ഞാനുണ്ട്. ഇവിടെ മതമില്ല, ജാതിയില്ല, എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എത്ര കടൽക്ഷോഭം വന്നാലും ഈ മഹാന്റെ ഒരു ബർക്കത്തുകൊണ്ട് വരത്തില്ല. ഇത് ഈ ശക്തി ഉള്ളതുകൊണ്ട് ഇവിടെ ഈ തീരത്തിയുടെ സുനാമി വന്നിട്ട് ഈ പരിസരം എല്ലാം വന്നിട്ട് തിരിച്ചു പോവുക, അങ്ങനെ ഒരു എന്തോന്നില്ല. ഈ പടിഞ്ഞാറ് വശത്തെല്ലാം താമസിക്കുന്നവർക്ക്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ഹയാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് സിയാറത്തിനെ വന്നിരിക്കുന്നത് പുറക്കാടാണ്. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ പുറക്കാട് എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ പുറക്കാട് അറബി സയ്യിദ് ഫൗദുൽ മർസൂഖി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മക്കാമിലാണ്. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ചരിത്രങ്ങളും മക്കാം സിയാർത്തുകളും നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പാപം മുഴുവൻ അഫ്വ് ചെയ്ത് ഖൽബ് മുഴുവൻ ശുദ്ധി ചെയ്ത് ശൈഖ് അറബി ഫളിൽ കൊണ്ട് തന്നിട് യാ റബ്ബനാ. ഫാസിദായ കാലമിൽ വളർന്നിടുന്ന ഞങ്ങളെ ഫാളിലായ ശൈഖ് അറബി കാവലേക് റബ്ബനാ. സൽസ്വഭാവം നൽകണം, ദുസ്വഭാവം മാറ്റണം, ലംഘുന്ന ഖൽബും നൽകണം ബി ശൈഖ് അറബി യാ അല്ലാഹ്. കടലിനടുത്താണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ തിരകൾക്കുമുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ പറയാൻ. പണ്ട് അറബിക്കടലിൽ വലിയൊരു അപകടമുണ്ടായി. ജിദ്ദയിൽ നിന്നും വന്ന ഒരു പായ്ക്കപ്പൽ കാറ്റിനും കോളിലും പെട്ട് തകർന്ന് തരിപ്പണമായി. ആ കാറ്റിൽപ്പെട്ട് അനവധി പക്ഷിമൃഗാദികളും മനുഷ്യന്മാരും അപകടത്തിൽപ്പെട്ട്. അങ്ങനെ കപ്പലിലുണ്ടായിരുന്ന ഒരു മൃതപ്രായനായ ആൾ പറഞ്ഞു, കപ്പലിലൊരു ഷെയ്ഖുണ്ടായിരുന്നു, അദ്ദേഹം പലകയിലെവിടെയോ ഒഴുകിപ്പോയിട്ടുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ പല്ലനെ വടക്ക് കടപ്പുറത്ത് ഒരു മുസ്ലിമിൻ്റെ ജനാസ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ജനം അങ്ങോട്ട് തടിച്ചുകൂടി. ജനാസ ആദ്യം കണ്ടത് ഞങ്ങളാണെന്ന തർക്കം നടക്കുന്നു. മധ്യസ്ഥൻ പറഞ്ഞു, നിസ്സാരമായി ജനാസ പൊക്കിയെടുക്കാൻ കഴിയുന്നവർ കൊണ്ടുപോയിക്കോളൂ. കാരണം എല്ലാവർക്കും ആ ജനാസ പൊക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അവസാനം പുറക്കാട്ടുകാർ എടുത്തപ്പോൾ ജനാസ പൊങ്ങി. അങ്ങനെ പുറക്കാട്ട് ഐദ്രോസ് പള്ളിയിൽ ഖബർസ്ഥാനത്ത് അടക്കം ചെയ്തു. മാത്രമല്ല തലഭാഗത്ത് വിളക്ക് വെച്ച് അതിൽ ഉപ്പുവെള്ളം കോരിയൊഴിച്ച് തിരിയിട്ട് കത്തിച്ചപ്പോൾ ആളിക്കത്തുകയും ചെയ്തു. ഉപ്പുവെള്ളം ഒഴിച്ച് വിളക്ക് കത്തിച്ചതിൻ്റെ പിന്നിലുമുണ്ട് ഒരത്ഭുതം. ഇത് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട വലിയ മഹാൻ ആണോ എന്ന്. വലിയ മഹാനാണെങ്കിൽ ജനാസക്കരികിൽ വെള്ളമൊഴിച്ച് വിളക്ക് കത്തിക്കട്ടെ എന്നായിരുന്നു അവരുടെ ആവശ്യം. എന്തായിരുന്നാലും അതേപോലെ ചെയ്തപ്പോൾ കണ്ടത് ആരെയും അമ്പരപ്പിക്കുന്ന അത്ഭുതമായിരുന്നു. പിന്നീട് വർഷങ്ങൾ കടന്നുപോയി. ഒരിക്കൽ ഇവിടെ കടൽ കയറി പള്ളി പൊളിഞ്ഞു. പക്ഷേ ജനാസ ഖബറിൽ അടക്കിയിരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നു. നാട്ടുകാർ ആ ജനാസ പള്ളിക്കകത്ത് അടക്കാൻ തീരുമാനിച്ചു. ആദരവോടുകൂടി ആ ജനാസ പള്ളിമുറ്റത്തടക്കുകയും ചെയ്തു. അന്ന് രാത്രി പള്ളി മൂസിനോട് സ്വപ്നത്തിൽ പറഞ്ഞു, എനിക്ക് ഈ സ്ഥലം പിടിക്കുന്നില്ല, എന്നെ പഴയ സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യണം എന്നു സ്വപ്നത്തിൽ പറഞ്ഞു. ഉടൻ തന്നെ നാട്ടുകാർ മക്കുബറ കെട്ടി പഴയ സ്ഥലത്ത് തന്നെ അടക്കുകയും ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, പിന്നെ എത്ര കടൽക്ഷോഭം വന്നിട്ടും പിന്നീടുണ്ടായിട്ടും ഈ തീരങ്ങൾക്കൊന്നും ഈ മക്കുബറയൊന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. തിരകളെല്ലാം പിന്നീട് ഈ മക്കുബറയുടെ പിന്നിൽ വന്ന് അടങ്ങി നിൽക്കാറേ ഉള്ളൂ. ഈ തീരത്തിൻ്റെയും ഈ ഗ്രാമത്തിൻ്റെയും പടനായകനായി ഈ മക്കുബറ ഇന്നും നിലകൊള്ളുന്നു. ഇതൊരു തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്. ഇവിടെ നാനാജാതി മതസ്ഥരും ഒരേപോലെ പങ്കെടുക്കുന്നു.
ഇവിടെ എപ്പോഴും വരാനുള്ള മഹാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഷ്ടപ്പാടോ ദുരിതങ്ങളോ വരുമ്പോൾ നമ്മൾ വന്ന് പ്രാർത്ഥിച്ച് തിരി കത്തിക്കുകയോ ചന്ദനത്തിരി തൈ മേടിച്ചൊഴിഞ്ഞ് വെക്കുകയോ ചരട് കെട്ടുകയോ ഇത് അത് തന്നെ എല്ലാം വേറെ ഏത് ജാതി വ്യത്യാസമില്ല. ഇവിടെ എന്തും കടൽപ്പണിക്ക് പോകുന്നവരാണ് ഈ പരിസരത്ത് കൂടുതലാണ്. അവർ തൊഴിലിന് പോകുമ്പോഴും ഇവിടെ വന്ന് തിരി കത്തിക്കുകയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ഇതെല്ലാം ചെയ്യുമ്പോൾ അവർക്ക് ഒരു വിശ്വാസമാണ്. അതുപോലെ കടലിൽ പോകുമ്പോഴും എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ ഈ നേരെ വന്നു കഴിയുമ്പോൾ ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ അതുപോലെ രക്ഷിക്കുകയും ചെയ്യും. നല്ല അഭിപ്രായമാണ്. എനിക്കിപ്പോൾ 64 വയസ്സുണ്ട്. ഈ 64 വയസ്സിൽ എൻ്റെ ഓർമ്മയിൽ നല്ല വിശ്വാസം എനിക്കുണ്ട്. അതുതന്നെ ഇതിനെപ്പറ്റി അറിയുന്നവർ ഇവിടുത്തെ ആണ്ട് നേർച്ച എല്ലാ മതങ്ങളും പെട്ടവർ വന്ന് മത്സ്യത്തൊഴിലാളിയാണ്. കടലിൽ പോകുമ്പോഴും ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങളൊന്നും ഉണ്ടാകരുതേ, ഞങ്ങൾക്ക് അന്നേക്കുള്ള അരിക്കുള്ള വക തരണേ, ദുരിതങ്ങളൊന്നും വരാതെ കരയെത്തിക്കണേ, ഞങ്ങളെല്ലാം കാത്തുകൊള്ളണേ എന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ടുമാണ് ഞങ്ങൾ പോകുന്നത്. അത് കടലിൽ ചെന്നാലും ഈ നേരെ നിന്ന് പ്രാർത്ഥിച്ചിട്ടോ പോത്തുള്ളൂ. ആ വിശ്വാസം എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ഉണ്ട് ഇപ്പോഴും. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് രക്ഷയായിട്ട് മഹാനവറുകളിലൂടെ ഉണ്ടല്ലോ. അതുണ്ട്, എല്ലാ വിശ്വാസവും ഉണ്ട്. അന്യ മതക്കാരനായാലും ഞാൻ എൻ്റെ ഇവിടെ മതമില്ല, ജാതിയില്ല, എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എത്ര കടൽക്ഷോഭം വന്നാലും ഈ മഹാന്റെ ഒരു ബർക്കത്തുകൊണ്ട് വരത്തില്ല. ഇത് ഈ ശക്തി ഉള്ളതുകൊണ്ട് ഇവിടെ ഈ തീരത്തേടെ സുനാമി വന്നിട്ട് ഈ പരിസരം എല്ലാം വന്നിട്ട് തിരിച്ചു പോവുക, അങ്ങനെ ഒരു എന്തോന്നില്ല. ഈ പടിഞ്ഞാറ് വശമെല്ലാം താമസിക്കുന്നവർക്ക് ഒരു അബദ്ധവും വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരുപാട് കാവലുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ കഴിഞ്ഞു പോകണം. അതെ 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 അതെ. ഇനി ഈ മഹാന്റെ അവറുകളെ എന്നും ശക്തി എന്നും നിലനിർത്തട്ടെ. കുടുംബത്തിനും എല്ലാവർക്കും നല്ല വരുത്തട്ടെ. കണ്ടതിൽ ഒരുപാട് സന്തോഷം ചേട്ടാ. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ അൽ ഹയാത്തിൻ്റെ വീഡിയോയുടെ താഴത്ത് ഒരുപാട് പേർ ആവശ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ അവരെ കാര്യങ്ങൾ എന്തായാലും നടത്തി കൊടുക്കുമാറാവട്ടെ. പിന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് സാലിഹത്തായ ഒരു കുട്ടികളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ. ഈ മഹാന്മാരുടെയൊക്കെ അനുഗ്രഹം എന്നും അവരുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഇൻഷാ അല്ലാ നമുക്ക് ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.